പഴംപൊരി രതീഷ്. നമ്മള് പച്ചടി കിച്ചടികൾ ഉണ്ടാക്കാൻ പോകുന്നു. നൈസിന്റെ കയ്യിൽ നിന്നും ഒരു കപ്പ് ചൂട് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? കമോൺ ഗൈസ്. ലാസ്റ്റ് എടുക്കുന്നത് കുട്ടിച്ചരുവാണ്. വേണേ വേറെ എടുത്തോ. പഴംപൊരി പ്ലീസ് ഗൈസ്. ഗൈസ് ഇത് കാണുന്നതാണ് ഗൈസ്. പഴംപൊരി സോറി ഏറ്റവും വലിയ പഴംപൊരി ഞാൻ എടുക്കുന്നത് പഴംപൊരി രതീഷ്. അയ്യോ വീഡിയോ എടുക്കാൻ പോയതാ. ഏറ്റവും ചെറുതായി വീഡിയോ എടുക്കാൻ പോയത് ഏറ്റവും ചെറുതായി. പാത്രം അവിടെ വയ്ക്കാനായിരിക്കും. ഭാര്യയും ഭർത്താവും ചൂട് ചായ ഗുപ്തനെ പോലെ ഊതി കുടിച്ച് തീർത്തോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സിജിനേച്ചിയുടെ ഓർമ്മപ്പെടുത്തല്. നാളെയാണോ ഫൈനൽ പ്രോഗ്രാം. ഇന്നത്തോടെ ഡാൻസ് പ്രാക്ടീസ് മുഴുവനാക്കണം. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. കഴിച്ച പഴംപൊരിന്റെ എനർജി ഞങ്ങൾ അത് തുള്ളി തുള്ളി തീർത്തു. അപ്പോൾ വൈകുന്നേരത്തെ ഈ ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. തണുത്ത കാറ്റ് നല്ല രീതിയിൽ അവിടെ വീശുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അത്. കോപ്പിറൈറ്റ് ശരിക്കും പറഞ്ഞ ഒരു വില്ലൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡാൻസിന്റെ സോങ് നിങ്ങൾ കേൾക്കാത്തത്. രണ്ടും I got facts over tracks, isn't that spitting slow, spitting fast, I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness, a reflection of the emptiness, hilarious, you think you're with my time, you're delirious, mysterious, because you hide behind a fake exterior, inferior, you know I'll always be a bit superior, get off of me, this ain't no humble brag, I want you to hear words, you can say them back, I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. Yo. അങ്ങനെ മാസ്റ്റർ ഇല്ലാതെ ഞങ്ങൾ പഠിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ മാസ്റ്ററാണ് ആ നിൽക്കുന്നത്. മാസ്റ്റർ ട്രസ്റ്റിലാണ്. വൈകിട്ട് 7 മണി ആയപ്പോഴേക്കും ടെമ ടീംസ് എല്ലാവരും എത്തിയിരുന്നു. നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ സദ്യയിലെ ചില ഐറ്റംസ് ആയിട്ടുള്ള പുളിശ്ശേരി, പച്ചടി, കിച്ചടി, എരിശ്ശേരി, കായ ഉപ്പേരി, പച്ചമോര്, അങ്ങനെയുള്ള ചില ഐറ്റംസ് ഇല്ലേ, അത് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആക്രയിലുള്ളവരും ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കല്യാണ വീട്ടിലെ തലേദിവസം എങ്ങനെയായിരിക്കും, അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ഡാൻസും പാട്ടും സൊറപറച്ചിലും എല്ലാം കൂടി ഒരു ഉത്സവമേളായിരുന്നു. ആ സമയത്ത് എല്ലാരും കത്തി പിടിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അതെ, ഒറ്റയ്ക്ക് ഇപ്പൊ കഷ്ടപ്പെടുന്ന യുവാവ്. ഭയങ്കര ബ്ലോഗിന്റെ ആൾക്കാരാട്ടാ നമ്മള്. പുള്ളി പുതിയതായിട്ട് വന്നതാണ്. പരിചയപ്പെട്ട നമ്മള് പരിമളം അമ്മയും അതുപോലെ ദിലീപ് ചേട്ടനും ചേർന്നിട്ടായിരുന്നു ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചത്. 1000 പേർക്കുള്ള സദ്യയാണ് നാളേക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. കായ വറുത്തെടുക്കുന്ന ജോലിയാണ് ഞങ്ങൾ ആദ്യം തീർത്തത്. അതാണ് വെറുതെയാണ് അവനെ കല്യാണം കഴിപ്പിക്കാത്ത. ഇതാണ് കല്യാണം കഴിച്ചാൽ പിന്നെ ആ ഇതൊക്കെ പോവും. കണ്ടോ നമ്മളെ പോലെ യൂട്യൂബിൽ ഫേമസ്
വീഡിയോ എടുത്ത് മുടിച്ചു ആരൊക്കെ വീഡിയോ വീഡിയോ ഒക്കെ വരും വീഡിയോ ഓഫ് ആക്കിയില്ലേ പ്രാഞ്ചേട്ടന്റെ വീഡിയോ ഓഫ് ആക്കിയില്ല വെരി ഹാർഡ് വർക്ക്. ഭയങ്കര ടയേർഡ് രണ്ട് മോർണിംഗ് ടൂ മച്ച് വർക്ക് ஹார்ட் ஒர்க் அவர் செஞ்சதுல பொறிக்க முடியுமா? அது பொறிக்க முடியல, அது போயிடுச்சு. சர்பத்துக்கு வேணா நம்ம ஷேக் இது பண்ணலாம். അങ്ങോട്ട് പോരാൻ പറ്റുമോ? എന്തൊരു കഷ്ടപ്പാടാണ്, ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇട്ടിട്ടില്ല അതിലെ. നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം കേട്ടത്. കഴുകി വെച്ചപ്പോ പിന്നെ ഞാൻ എടുത്തോണ്ട് പോവാണ്. Hello guys, Fanta interview, Fanta. Where's behind my bro? Hey. എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും ക്യാമറ എടുത്തിട്ട് അൻഷുവിൻ്റെ വക പ്രകടനങ്ങളായിരുന്നു. പിന്നെ 4 ആൾക്കാരെ കാണുമ്പോൾ ഷൈൻ ചെയ്യുക, അത് മൂപ്പർക്ക് പിന്നെ പണ്ടേ ഉള്ളതാണല്ലോ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. Give out that. I don't care. Go ahead. Yo, look here. I'm gonna do the best water flip in the world. Okay, yes, do it. Charlie. Are you ready? Wait, don't like that. Hey, stop. Ready? Ready, go. Nope. Nope. I need practice. Wait. Practice. I'll come back to you. I'm going to take a different one. കണ്ടില്ലേ ഗൈസ്, ഉള്ള ചിപ്സ് മുഴുവൻ എടുത്ത് കൊണ്ടുവന്നിച്ച് കഴിക്കുന്നത് കണ്ടില്ലേ ഗൈസ്. നാളെ അവിടെ വിളമ്പാൻ ചിപ്സ് ഉണ്ടാവില്ല അല്ലേ? എന്താണ് എനിക്ക് ഗാന ഇത്രയ്ക്ക് ഇഷ്ടമാവാനുള്ള കാരണം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ കാണുന്ന ഈ വൈബ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് ഞാൻ പറയാം. നമ്മുടെ ഒരു ഭാഗത്ത് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിട്ട ജോലികളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഇതിനിടയിലെ എൻജോയ്മെൻ്റ് ആണ്. കുട്ടികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിലും. അങ്ങനെ നമ്മൾ പച്ചടി കിച്ചടികൾ ഉണ്ടാക്കാൻ പോകുന്നു. അതിനുള്ള അരപ്പാണിത്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ പണികളെല്ലാം പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ ടെൻഷനൊന്നുമില്ലായിരുന്നു. നമുക്ക് കിട്ടിയ ഐറ്റംസ് എല്ലാം വൈകി ഉണ്ടാക്കേണ്ട വിഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണി ആയപ്പോഴും കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി മക്കൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അത്താഴ പരിപാടികളിലേക്ക് കടന്നു. നല്ല മഞ്ഞളിട്ട് വേവിച്ച കപ്പയും അതിലേക്ക് പച്ചമുളക് ചമ്മന്തിയും കൂട്ടിന് കളറാക്കാൻ ചിക്കൻ കറിയും ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാവട്ടെ. അടുത്ത ദിവസം ആഫ്രിക്കയിലെ ഗാനയിലുള്ള മലയാളികളെയും കൊണ്ട് ഓണം ആഘോഷിച്ച് ഞങ്ങൾ വരുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ട് പ്ലീസ് ഇനി ആരും നിങ്ങൾ താമസിക്കുന്നിടത്ത് മലയാളികളുണ്ടോ എന്ന ചോദ്യവുമായിട്ട് വരരുതേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം, ബൈ.